തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവടുവെച്ച് നിൽക്കുന്നു. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ആ പുരോഗതിക്ക്, വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ എന്ന് ഞാൻ പറയുന്നത് ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. പക്ഷേ LDF-നോടൊപ്പം തന്നെ LDF-നെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണം, നാടിന് പുരോഗതി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ജനത്തിന് ശക്തമായ അനുഭവമുണ്ട്. ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് LDF-ന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിന്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഒരു തരത്തിലുള്ള അത്യാകൃതങ്ങളും LDF ആകുമ്പോൾ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDF-ന്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയത്. ഇത് മറ്റേതെങ്കിലും കൂട്ടർക്ക് കഴിയില്ല എന്നും അവർ കാണുകയാണ്. അതോടൊപ്പം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് തടസ്സമായി വരത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ജനങ്ങൾ കാണുന്നത് ഭരണരംഗത്തിരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടർ തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലമാണ്. ആ കാലം 10 വർഷം മുൻപ് അവരുടെയെല്ലാം ഓർമ്മയിലുള്ളതാണ്. എന്നാൽ എത്രമാത്രം പ്രതിബദ്ധതയോടെ അത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാർ തയ്യാറായി എന്നത് അവരുടെ അനുഭവത്തിലുള്ളതുമാണ്. ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാലം, ഈ 10 വർഷം നാടിന്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി, അതിനടിസ്ഥാനം LDF ഗവൺമെന്റ് രൂപീകൃതമായതാണ് എന്നും അവർ കാണുന്നു. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവരടക്കം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് LDF ആകണമെന്ന് ഇതെല്ലാം കൊണ്ട് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്.